പുളിമധുരമാണ് മൂഞ്ചിക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വേറെ എടുക്കാം. ഹലോ ഹായ്, അസ്സലാം വലൈക്കും, നമസ്കാരം എൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ഹായ്. അപ്പോൾ ഇതെൻ്റെ ഒരു പുതിയ മാങ്ങയാണ്, ഞാൻ മുന്നേ കാണിച്ചിരുന്നു. ഇത് ചിന്ന രസാലു എന്ന് പറഞ്ഞാൽ ആന്ധ്രൻ്റെ ഒരു മാങ്ങയാണ്. അപ്പോൾ ഇതിവിടെ വരുന്നവരൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്താണെന്ന് ഇങ്ങനെ വരുന്നവരൊക്കെ കാണുന്നവരൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു മാങ്ങയാണ്. ആദ്യമായിട്ട് ഈ വർഷം കായ്ച്ചതാണ്. കുറച്ച് വലിയ തൈ കൊണ്ടുവന്ന് വെച്ചതാണ്, കഴിഞ്ഞ വർഷം വെച്ച തൈയാണ്. അപ്പോൾ ഇതിൻ്റെ മാങ്ങ കണ്ടാൽ നമ്മൾ ആരായാലും പഴുത്ത് മൂത്ത് എന്നൊക്കെ തോന്നിപ്പോകും, പക്ഷേ ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എന്തായാലും അത് ഒന്ന് നിങ്ങളെ കാണിക്കാൻ ഞാനൊരു മാങ്ങ പൊട്ടിച്ച് വെച്ചു. പഴുക്കാൻ വേണ്ടിയിട്ട് ഒരു 6-7 ദിവസം കാത്തിക്കേണ്ടി വന്നു. അപ്പോൾ അരിച്ചാക്കിലൊക്കെ വെച്ചിട്ടാണ് അത് പഴുപ്പിച്ചെടുത്തത്. അത് തിരക്ക് കൂടി പോയതാണ്. അപ്പോൾ അത് നല്ല മൂത്ത് പഴുത്താൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ മാങ്ങ വലിയ മാങ്ങയാണ്, അത്യാവശ്യം നല്ല സൈസുള്ള, കാണാനൊക്കെ നല്ല, വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ കായ്ച്ച് തൂങ്ങി നിൽക്കാൻ. അപ്പോൾ ആ മാങ്ങ ഒന്ന് നിങ്ങളെ മുന്നിൽ മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചിന്ന രസാലു ആണത്. ചിന്ന രസാലു ഒന്ന് പൊട്ടിച്ച് വെച്ചതാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം പഴുപ്പായിട്ടുണ്ട്, നല്ല ജ്യൂസിയാണ്. പഴുത്തിട്ടില്ല അല്ലേ, ചെറിയൊരു പഴുപ്പായിട്ടുള്ളൂ. പഴുത്തിട്ടില്ല, പുളിമധുരമാണ് മൂഞ്ചിക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വേറെ ഞാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ ചിന്നരസം ഏതായാലും മൂഞ്ചി, അത് ഞാൻ തന്നെയാണ് അതിന് കാരണക്കാരൻ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പൊട്ടിച്ച് വെച്ചതാണത്. സമയമായിട്ടില്ല, കാരണം നമുക്ക് അതിൻ്റെ പരിചയമില്ലാത്തൊരു മാങ്ങ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി മാങ്ങ ഒരുപാടുണ്ട്. നമുക്കത് പൊട്ടിച്ച് വെച്ച് പിന്നെ മരത്തിന്മേൽ നിന്ന് പഴുത്തിട്ട് നമുക്കതിൻ്റെ റിവ്യൂ ചെയ്യാം. കാരണം അതിൻ്റെ ഒരു സൈഡ് മുറിച്ചപ്പോൾ മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്, അവിടെ വെച്ചിട്ടാണ് സ്റ്റോപ്പ് ആക്കിയത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ വീഡിയോ നമുക്ക് ഇനി ഇതാക്കിയ ദിവസം എടുക്കാം. അപ്പോൾ തൽക്കാലം നമ്മുടെ നാസി പസന്ത് അത് ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ. നാസി പസന്ത് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ്, അത് കേട് വരുന്നുണ്ടെന്നുള്ള. അതിന് ആന്ത്രാക്നോക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു അസുഖം വരും, ഒരു ബ്ലാക്ക് സ്പോട്ട്. അത് വന്നു കഴിഞ്ഞാൽ മാങ്ങ ഒരു രക്ഷയുണ്ടാവില്ല. അത് കണ്ടില്ലേ, ക്ലിയർ ആയിട്ടുള്ള മാങ്ങയാണ്. ഒരു പ്രശ്നമില്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു മാങ്ങയാണ്. പക്ഷേ നമ്മൾ അത് ചെറിയ മാങ്ങ ആകുമ്പോൾ തന്നെ അതിനൊരു സെറ്റ് 1-2 സെറ്റ് ഫംഗിസൈഡ് വളരെ വീര്യം കുറച്ചിട്ട് അടിക്കുക, പ്രാണി അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കുത്തിയിട്ട് അതിന് സ്പോട്ടുണ്ടായി അതിൻ്റെ ഉള്ളിൽ മുട്ട വിരിഞ്ഞ് ആ മാങ്ങ കേടുവരും. അപ്പോൾ ഒരു മാങ്ങയിൽ വന്നാൽ തന്നെ അത് എല്ലാ മാങ്ങയിൽക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാസി പസന്ത് ഉള്ളവർ ചെറിയ മാങ്ങ ആകുമ്പോൾ തന്നെ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക. ഒരു 2-3 ദിവസം നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ എന്തായാലും കഴിക്കുന്നതിൻ്റെ ഒരു 10-15 ദിവസം മുന്നേ അടിക്കണമെന്നുള്ളൂ. പിന്നെ അതിൻ്റെ വീര്യമൊക്കെ പോയി നമ്മൾ നനച്ചു കൊടുക്കണമല്ല, അപ്പോൾ ഉള്ളിലേക്കൊന്നും വരില്ല. അപ്പോൾ അത് ചെയ്താൽ മാത്രമേ ഈ മാങ്ങ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. വളരെ ജ്യൂസി ആയിട്ടുള്ളൊരു മാങ്ങയാണ്, ഫൈബർ കുറവാണ്, ചെറിയ ഫൈബറൊക്കെ ഉണ്ട്, എന്നാലും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയൊരു മാങ്ങയാണ് നാസി പസന്ത്. അപ്പോൾ എല്ലാവരും കഴിക്കട്ടെ അവരെ കഷ്ണങ്ങൾ. ക്യാമറമാനോടെ വാങ്ങിക്കോളൂ. ഒരു സംഖ്യൻ്റെ ആളുടെ ടപ്പിങ്ങിൽ ഒരു മാങ്ങ തീരാനുള്ള ആള് നമ്മളെ ബാക്കിലുണ്ട്. ബായ്.